ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന നിമിഷം ഇതാ. യൂറോപ്യൻ ട്രെയിനുകൾക്ക് സമാനമായ സ്ലീപ്പർ ട്രെയിനുകൾ ഇനി ഇന്ത്യയിലും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓണസമ്മാനമായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേ ട്രാക്കുകളിലേക്ക് ഇറങ്ങാൻ സജ്ജമായിരിക്കുകയാണ്. യൂറോപ്യൻ ട്രെയിനുകൾക്ക് സമാനമായ സൗകര്യങ്ങളാണ് വന്ദേ ഭാരത് സ്ലീപ്പറിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ പ്രീമിയം ട്രെയിനുകൾ പലതുണ്ടെങ്കിലും സാധാരണക്കാരൻ നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു ലക്ഷറി ട്രെയിൻ ഉണ്ടെങ്കിൽ, അതും താങ്ങാവുന്ന നിരക്കിൽ ഒരു ട്രെയിൻ ഉണ്ടെങ്കിൽ അത് രാജധാനി തന്നെ എന്നതിൽ ആർക്കും സംശയമില്ല. എന്നാൽ രാജധാനിയെ പിന്നിലാക്കി അതിനേക്കാൾ സൗകര്യപ്രദമായ വന്ദേ ഭാരതാണ് ട്രാക്കിലേക്ക് ഇറങ്ങാൻ തയ്യാറായിരിക്കുന്നത്. പോക്കറ്റിൽ ഒതുങ്ങുന്ന ആഡംബരം എന്ന പേരിലാണ് ഇന്ത്യൻ റെയിൽവേ ഈ സ്ലീപ്പർ വന്ദേ ഭാരത് ഒരുക്കിയിരിക്കുന്നത്. സാധാരണക്കാരനെ ആകർഷിക്കാൻ താങ്ങാവുന്ന യാത്രാ നിരക്ക് മാത്രമല്ല കാരണം, ഇതിന്റെ പ്രത്യേകതകൾ ഏറെയാണ്. യാത്രയെ സുഖകരമാക്കുന്ന സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിലവിൽ രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ വണ്ടി ബാംഗ്ലൂരുവിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ബാംഗ്ലൂരുവിലെ BEMLന്റെ നിർമ്മാണ കേന്ദ്രത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് വണ്ടി പുറത്തിറക്കിയത്. വെറും 9 മാസം കൊണ്ടായിരുന്നു ഇതിന്റെ നിർമ്മാണം എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് കമ്പാർട്ട്മെന്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കൂട്ടയിടി ഒഴിവാക്കുന്നതിനായി കവച് സംവിധാനവും സ്ലീപ്പർ ട്രെയിനിൽ ഉണ്ടാകും. സെൻസർ വാതിലുകളും പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന ശുചിമുറിയുമാകും ഈ ട്രെയിനിൽ ഉണ്ടായിരിക്കുക. കുലുക്കം ഒഴിവാക്കാനും സുരക്ഷയ്ക്കുമായി ബഫറുകളും കപ്ലറുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. 16 കോച്ചുകളാണ് ഇതിലുള്ളത്. 11 AC 3 ടയർ കോച്ചുകളും 4 AC 2 ടയർ കോച്ചുകളും 823 ബർത്തുകളും ഒരുക്കിയിട്ടുണ്ട്. യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ ഇന്ത്യയിൽ ഒരു ലക്ഷറി ട്രെയിൻ, അതാണ് വന്ദേ ഭാരത് സ്ലീപ്പറിലൂടെ ഇന്ത്യൻ റെയിൽവേ ഉദ്ദേശിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ ആകർഷണം യാത്രക്കാർക്ക് വായിക്കാനുള്ള പ്രത്യേക ലൈറ്റിംഗ് സംവിധാനം ഉണ്ട് എന്നതാണ്. ഓരോ ബർത്തിലും റീഡിംഗ് ലൈറ്റ്, ചാർജ് ചെയ്യുന്നതിനായി സോക്കറ്റ്, മൊബൈൽ വയ്ക്കാനും മാസിക വായിക്കാനും മാസിക വയ്ക്കാനുമുള്ള സൗകര്യം വേറെ, സ്നാക്ക് ടേബിൾ തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. പൂർണ്ണമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് ബെമലിന്റെ ബാംഗ്ലൂരുവിലെ പ്ലാന്റിൽ നിന്നാണെങ്കിലും സാങ്കേതിക സഹായമായി പിന്നണിയിൽ കഞ്ചിക്കോട് ബെമൽ യൂണിറ്റും ഉണ്ടായിരുന്നു. ലോകോത്തര നിലവാരത്തിലുള്ള യാത്രാനുഭവം ഇതിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികൾക്ക് നൽകുമെന്നതിൽ ഇന്ത്യൻ റെയിൽവേ ഉറപ്പ് നൽകുന്നുണ്ട്. 16 കോച്ചുകളുള്ള ട്രെയിനിന്റെ എഞ്ചിൻ ഉൾപ്പെടെ 67.5 കോടിക്കാണ് ബെമൽ നിർമ്മിച്ചത്. ഈ പ്രത്യേകതകൾക്ക് പുറമെ മോഡുലാർ പാൻട്രി, മികച്ച നിലവാരത്തിലുള്ള ഫയർ സേഫ്റ്റി, ഓട്ടോമാറ്റിക് വാതിലുകൾ, പൈലറ്റുമാർക്കും ശൗചാലയം, പബ്ലിക് അനൗൺസ്മെന്റ്, അതും വിഷ്വൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ വിശാലമായ ലഗേജ് മുറി, 1ാം ക്ലാസ് AC കാറിൽ ചൂടുവെള്ളവും ഷവറും, ഇവയെല്ലാം വന്ദേ ഭാരത് സ്ലീപ്പറിലേക്ക് ആകർഷിക്കുന്ന കാരണങ്ങളാണ്. ബാംഗ്ലൂരുവിൽ നിന്നും ചെന്നൈയിലേക്ക് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലേക്ക് പരീക്ഷണങ്ങൾക്കായി കൊണ്ടുപോകാൻ ഒരുക്കുന്ന ഇവ പാളത്തിലിറക്കാനുള്ള പരീക്ഷണ ഓട്ടവും പൂർത്തിയാക്കും. അതിനുശേഷം സുരക്ഷ ഉറപ്പുവരുത്തി 3 മാസത്തിനുള്ളിൽ സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഏതായാലും തീവണ്ടി യാത്രയുടെ പുത്തൻ അനുഭവമായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രാക്കിലേക്ക് ഇറങ്ങാൻ സജ്ജമായി കഴിഞ്ഞു. ഒരു പോക്കറ്റ് മിനി ആഡംബരത്തിനായുള്ള പ്രധാനമന്ത്രിയുടെയും ഇന്ത്യൻ റെയിൽവേയുടെയും സമ്മാനം നമ്മൾ കരികിലേക്ക് ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം.